800 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം. അതിൽ ഏകദേശം 2000 ഏക്കറോളം വരും. അതിന്റെ ചുറ്റുപാട് കുഴിച്ചിട്ടിരിക്കുന്നത് ഏകദേശം 400ഓളം മൃതദേഹങ്ങൾ. വെൽക്കം ബാക്ക് ടു. കേവലം 20 രൂപയ്ക്ക് മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയുടെ വെളിപ്പെടുത്തലാണെന്ന് കർണാടക. അതെ, കർണാടക മൊത്തത്തിൽ തന്നെ പിടിച്ചുപിടിക്കുന്നു. ഇന്ത്യ മൊത്തത്തിൽ വ്യാപിക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു കർണാടക സർക്കാർ തന്നെയാണ്. അല്ല, ആ ഒരു ധർമ്മസ്ഥലയുള്ള ആൾക്കാർ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഭയക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ധർമ്മശാല എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ഏകദേശം 2000 ഏക്കറോളം വരും. അതിൽ തന്നെ കിരീടമില്ലാത്ത രാജാവായിട്ട് ഒരു രാജ്യസഭ മെമ്പർ കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വന്നിട്ട് കർണാടക സർക്കാർ ഒന്നും അനങ്ങിയിട്ടില്ല, കർണാടക പോലീസ് ഒന്നും അനങ്ങിയിട്ടില്ല. ആ ഒരു തുറന്ന പറച്ചിൽ ഏറ്റുപറഞ്ഞ ആ ഒരു വ്യക്തിയുടെ വചനങ്ങൾ വെറും ഒരു പേപ്പറിൽ എഴുതി കളയാൻ വരെ അവസ്ഥയിലോട്ട് എത്തിയപ്പോഴാണ് പലതരത്തിലുള്ള മീഡിയാസ് റിപ്പോർട്ട് ചെയ്തത്. ആ മീഡിയാസിനെല്ലാം വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ട് മീഡിയാസിനെല്ലാം മൊത്തത്തിൽ എല്ലാ വഴിയും ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് ഈ ഒരു സമയം വരെയും ധർമ്മസ്ഥല ആ ഒരു വ്യക്തി കാണിച്ചു കൊടുത്ത പല സ്ഥലത്തു നിന്നും പലതരത്തിലുള്ള അസ്ഥികൂടങ്ങൾ വരെ കിട്ടിയിട്ടുണ്ട്. സോ എന്താണ് അവിടെ നടന്നത്, ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്നുള്ള നിഗൂഢത ഇന്ന് അവിടെ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ധർമ്മസ്ഥലമുള്ള ആൾക്കാർ ആരെയും ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ആളുകളെ, ആ ഒരു പഞ്ചായത്തിലുള്ള ആളുകളെ എല്ലാം അവിടെ വരിക്കാരാക്കുകയാണ് ചെയ്തത്. പട്ടിപ്പലിശയ്ക്ക് പൈസ കൊടുത്തുകൊണ്ട് അവിടെ എല്ലാവരെയും കട കൊടുത്ത ആൾക്കാരെ അവരെല്ലാം വിലക്ക് വാങ്ങുകയാണ് ചെയ്തത്. ഈ ഒരു സംഭവത്തിൽ ആസ്പദമാക്കിയിട്ട് പല ഇന്ത്യയിലുള്ള ഓൺലൈൻ മീഡിയാസും പല റിപ്പോർട്ടുകളും കൊടുത്തെങ്കിലും പലരെ അവർ അടിമുടി മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. പല ഓൺലൈൻ മാധ്യമങ്ങളായാലും അതുപോലെ തന്നെ യൂട്യൂബർ ആയാലും, മെയിനായിട്ടും ഒരു യൂട്യൂബർ, ആ ഒരു യൂട്യൂബറിനെ വരെ മൊത്തത്തിൽ അടപടലം അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്, ആരാണ് ഇതിന്റെ എത്തുന്നത്? ലക്ഷക്കണക്കിന് ആരാധകർ വന്നെത്തുന്ന ആ ഒരു ക്ഷേത്ര പരിസരം ശുചിക്കുന്ന ഒരാളാണ് അവിടുത്തെ ആ ഒരു 20 രൂപയ്ക്ക് മാത്രം വൃത്തിയാക്കുന്ന ആ ഒരു വ്യക്തി. എന്നാൽ ആ ഒരു വ്യക്തിയുടെ തുറന്ന പറച്ചിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കുറ്റബോധം കൊണ്ടാണ് ആ ഒരു പോലീസുകാരുടെ മുന്നിൽ അവർ വന്നിട്ട് ഇതെല്ലാം തുറന്നു പറഞ്ഞത്. എന്നാൽ പോലീസുകാർ ചെവി കൊണ്ടില്ലെന്ന് മാത്രമല്ല, ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തി പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ചെന്ന് ഇദ്ദേഹം പറയുകയാണ്. അതിനുശേഷമാണ് കാര്യങ്ങൾക്ക് ഒരു തൃപ്തമായ ഒരു ഉത്തരം കിട്ടിത്തുടങ്ങിയത്. സോ എന്താണ് ആ ഒരു വ്യക്തി പറഞ്ഞത്? ആ ഒരു വ്യക്തി പറഞ്ഞെന്ന് വെച്ചാൽ 1965 മുതൽ 2014 വരെയുള്ള വർഷങ്ങളിൽ ഏകദേശം 400ഓളം മൃതദേഹങ്ങൾ നിസ്സാര ഒരു തുകയ്ക്ക് വേണ്ടി അവർ ആ ഒരു ധർമ്മസ്ഥലയിലെ പല സ്ഥലങ്ങളിലായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു സംഭവത്തിന് ആസ്പദമാക്കിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. എന്നാൽ അവിടുത്തെ സൂപ്പർവൈസർ ആണ് തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള കുറ്റസമ്മതം നടത്തി എന്നുള്ളതിന് യാതൊരു കാര്യം ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല, യാതൊരു തെളിവുമില്ല. സോ ഈ ഒരു ശരീരം അല്ലെങ്കിൽ ഈ ഒരു മൃതദേഹം കുഴിച്ചിട്ടതിന് പിന്നിലും പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏകദേശമുള്ളത് സ്ത്രീകളും പിന്നെയുള്ള കുട്ടികളും. 2000 ഏക്കർ മാത്രമുള്ള ആ ഒരു സ്ഥലത്ത് ഇനി എങ്ങനെ തിരച്ചിൽ നടത്തുമെന്ന് ആർക്കും തന്നെ അറിയില്ല. പല സ്ഥലത്ത് ഏകദേശം 19 സ്പോട്ടാണ് ഇന്ന് വരെയുള്ള നിമിഷത്തിൽ മൊത്തത്തിൽ അവരെ ഇതുവരേക്കും കുഴിച്ചു നോക്കിയിട്ടുള്ളത്. അതിൽ തന്നെ പലതരത്തിലുള്ള അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് പലതും അവർ പറയുന്നത് ആണിന്റെ എന്നാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം കുഴിച്ചിട്ട പല മൃതദേഹങ്ങളും പെൺകുട്ടികളായിരുന്നു എന്നും പറയുന്നുണ്ട്. വീണ്ടും അവിടെ ഒരു നിഗൂഢമായ സംഭവം വീണ്ടും അവിടെ കിടക്കുന്നുണ്ട്. കർണാടക പോലീസിലുള്ള ഈ ഒരു സ്കൂളിലുള്ള മിക്കവരും ഈ ഒരു കേസിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ഈ ഒരു കേസ് അന്വേഷിക്കാൻ വന്ന IPS ഉദ്യോഗസ്ഥയായ ഒരു IPS ഉദ്യോഗസ്ഥി ആ ഒരു വ്യക്തിയേറെ ഇതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെന്ന് ന്യൂസുകൾ വരെ പറയുന്നുണ്ടായിരുന്നു. ജൂലൈ 11 ഇദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു പോലീസുകാരുടെ മുന്നിൽ നിന്ന് കുറ്റസമ്മതം നടത്തുന്നത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ജൂലൈ 11 ആയിരിക്കണം. അതിനുശേഷം പിന്നീടെല്ലാം കാര്യങ്ങൾക്കെല്ലാം പതുക്കെയാണ് ഇഴഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ഇദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നോ ഈ ഒരു മുഖം പോലും ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. പുറത്തു വിട്ടാൽ ഇദ്ദേഹം ഇനി ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പേരോ ഡീറ്റെയിൽസ് ബാക്കി ഒന്നും കർണാടക പോലീസ് ഇതുവരെയും പുറത്തു നടത്തുന്നത്. എന്നാൽ ധർമ്മസ്ഥല എല്ലാവരും ഭയക്കുന്ന ഒരാളുണ്ട്. ആ ഒരാൾ ആരാണെന്നോ എന്താണെന്നോ ഒരിക്കലും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ധർമ്മസ്ഥലം എന്ന് പറയുന്നത് ഒരു രാജഭരണം പോലെയാണ്. രാജഭരണാധി മാത്രം ഭരിക്കുന്ന ആ ഒരു സ്ഥലമാണ്. ഒരു പഞ്ചായത്ത് ആണെങ്കിലും അവിടെ എല്ലാം ഈ ഒരു ഭരണാധികാരി പറയുന്നത് ഒരു ഡെമോക്രസി രീതിയിലല്ല ആ ഒരു ധർമ്മസ്ഥലം എന്ന സ്ഥലം ഇപ്പോഴും ഈ ഒരു നൂറ്റാണ്ടിലും ഈ 2025 ഭരണം നടക്കുന്നത്. ആളുകൾ എന്ത് പറയുന്നു എന്ത് കേൾക്കുന്നു എന്നും അവർ വിചാരിക്കത്തില്ല, അവരറിയാറില്ല.
അവരുടെ കാരണം അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്നത് ആ ഒരു സ്ഥലത്ത് നടക്കണം. ഈവൻ ഒരു ഓട്ടോയ്ക്ക് പോലും ആ ഒരു ധർമ്മസ്ഥലയിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു സിമ്പിൾ, ആ ഒരു മുദ്ര ഒട്ടിച്ചാൽ മാത്രമേ ആ ഒരു ഓട്ടോ അവിടെ ആ ഒരു ഏരിയയിൽ ഓട്ടം ഓടാൻ പറ്റുകയുള്ളൂ. ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇത്രയും മൃതദേഹങ്ങൾ എങ്ങനെ വന്നു? നമുക്കിതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ കാണാം.